സംഘടനാ സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഏകോപനത്തിന് സോണി ആരംഭിച്ചു ക്ഷണിക്കുന്നു. നമ്മൾ ഈ ദിവസത്തെ സമ്മേളനം ആരംഭിച്ചത് ഡൽഹിയിൽ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഏറ്റെടുത്ത് നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. നമുക്കറിയാം, പാറ്റകളുടെ സമരം എന്നാണ് ആ സമരത്തെ ആക്ഷേപിച്ച് വിളിച്ചുകൊണ്ടിരുന്നത്. അതൊരാക്ഷേപമായിട്ട് അതിൻ്റെ ഉപജ്ഞാതാവ് കരുതിയിട്ടില്ല. കാരണം ആക്ഷേപത്തിന് പകരം ആക്ഷേപം എന്ന രീതിയിൽ അത് അറം പറ്റുകയാണ് ഉണ്ടായത്. പാറ്റകൾ എവിടെയും കടന്നു ചെല്ലും, പാറ്റകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടും. യുവജനങ്ങളിപ്പോൾ അങ്ങനെയാണ്. വിവരാവകാശ പ്രമേയങ്ങളുമായിട്ട് കോടതികളെ ശല്യപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള യുവാക്കളെയും വിദ്യാർത്ഥികളെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശത്തിൻ്റെ പ്രത്യാഘാതമായിട്ട് യുവജനങ്ങൾ ഏറ്റെടുത്തതാണ് ആ പേര്. പാറ്റകൾ ഇപ്പോൾ എന്ത് നേടി? പാറ്റകൾ ചവിട്ടി അരയ്ക്കപ്പെട്ടു, പക്ഷെ പറന്നുയർന്നു. വിദ്യാഭ്യാസ മന്ത്രി ക്രിമിനലാണെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ക്രിമിനൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ അദ്ദേഹത്തിനെതിരായി നടത്തിയ സമരത്തിൽ പാറ്റകൾ വിജയിച്ചിരിക്കുന്നു. പ്രധാൻ രാജിവെച്ചു. നമ്മുടെ സമ്മേളനം അവസാനിക്കുമ്പോൾ ഈ വിജയാഹ്ലാദമാണ് നമുക്ക് എതിരേൽക്കാനുള്ളത്. നമ്മൾ ഇതുപോലെ ജനകീയ പ്രതിരോധ സമിതി നടത്തുന്ന സമരങ്ങൾ വിജയത്തിലേക്ക് എത്തേണ്ട സമരങ്ങളാണ്. തോറ്റ് പിന്മാറും എന്ന് കരുതിയാൽ തോറ്റ് പിന്മാറാം. വിജയിക്കണമെന്ന് നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ അത് വിജയിച്ച് തന്നെ പിന്മാറാൻ നമുക്ക് കഴിയും. ഡൽഹിയിലെ കർഷക സമരം അങ്ങനെയായിരുന്നു. വിജയിച്ചേ പോകൂ എന്ന് തീരുമാനിച്ചവർ വിജയിച്ചു തന്നെ പോയി. നമ്മുടെ ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന സമരങ്ങൾ, നമ്മൾ ഏറ്റെടുക്കുന്ന സമരങ്ങൾ വിജയിപ്പിക്കണം. അതിന് നല്ല സംഘടന വേണം. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും നേതാക്കളാണ്. ജനകീയ പ്രതിരോധ സമിതിയുടെ ഒരു നയമെന്ന് പറഞ്ഞാൽ അണികളില്ല, എല്ലാവരും നേതാക്കളാണ്. എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാം. ആ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഏത് മേഖലകളിൽ ഏത് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്ന് തീരുമാനിക്കും. അങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്താൽ വിളപ്പിൽശാലയിലെ മാലിന്യ പ്രശ്നമായാലും, ചെങ്ങറയിലെ സമരമായാലും, മുലമ്പള്ളിയിലെ സമരമായാലും, കേരളയുടെ സമരമായാലും വിജയിപ്പിക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള സമരങ്ങളെ ഏറ്റെടുക്കുള്ളൂ. വെറുതെ സമരത്തിന് വേണ്ടി സമരമില്ല. ഒരു സമരത്തിൻ്റെ മുന്നിൽ പ്ലക്കാർഡ് ഉയർത്തി അല്ലെങ്കിൽ ബാനർ വലിച്ചു കെട്ടി ജനകീയ പ്രതിരോധ സമിതി സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാറുമില്ല. അഫക്റ്റഡ് ആയിട്ടുള്ള ജനം സമരമുഖത്ത് നിൽക്കുമ്പോൾ അവരുടെ സമരം ന്യായമാണെങ്കിൽ ജനകീയ പ്രതിരോധ സമിതി ആലോചിച്ച് അവരെ പിന്തുണയ്ക്കണമോ എന്ന് തീരുമാനിക്കും. പിന്തുണച്ചാൽ ആ സമരം വിജയിപ്പിച്ചേ അടങ്ങും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജനകീയ പ്രതിരോധ സമിതിയുടെ എറണാകുളം ജില്ലാ സംഘടനാ സമ്മേളനമാണ് നടക്കുന്നത്. ആദ്യം സ്വാഗതം ആശംസിക്കുന്നതിന് KP സാൽവിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ എറണാകുളം ജില്ലാ സമ്മേളനം ഈ ബാനറിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധിക്കും കീഴടങ്ങില്ല, അനീതിക്കെതിരെ അക്രമരഹിതമായ പോരാട്ടം, ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അത് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടക്കുന്നത്. ജില്ലാ സമ്മേളനം ഇന്ന് രാവിലെ മുതലാണ് ഇവിടെ നടക്കുന്നതെങ്കിലും ഈ സമ്മേളനം അതിൻ്റെ സഹായ സംഘ രൂപീകരണം തുടങ്ങിയ അന്നു മുതൽ അതിൻ്റെ ചിട്ടയായ സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 15ലേറെ സ്ഥലങ്ങളിൽ യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധത്തിൻ്റെ പ്രാദേശിക മേഖല സംഘടനകൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്ന ഈ സംഘടനാ സമ്മേളനത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ പ്രൊഫസർ ജോയി മൈക്കിൾ സാർ സൂചിപ്പിച്ചതുപോലെ സമരങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതല്ല, ജനങ്ങളെ സമരങ്ങൾ അതിന് പ്രാപ്തരാക്കി മാറ്റുക, അവരെ സജ്ജരാക്കി നിർത്തുക എന്നുള്ളതാണ് ജനകീയ പ്രതിരോധ സമിതി അതിൻ്റെ പ്രവർത്തന കാലയളവിലെല്ലാം കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇടപെട്ടിട്ടുള്ള ഏതൊരു സമരവും പൂർണ്ണമോ ഭാഗികമായോ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, നമ്മുടെ നിശ്ചയദാർഢ്യം. ആ സമര വിഷയത്തെ സംബന്ധിച്ചുള്ള
ആധികാരികമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് അത് രൂപപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സമരമുഖങ്ങളിലേക്ക് കടന്നു പോയിട്ടുള്ളത്. നമ്മൾ 90കളുടെ തുടക്കത്തിൽ ആഗോളവൽക്കരണ നയങ്ങൾ കടന്നു വരുമ്പോൾ പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെല്ലാം ജനവിരുദ്ധമായ സമീപനങ്ങളും നടപടികളും വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ നാടിന് കഴിയുമോ എന്നുള്ള സംശയം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പോലുള്ള അതികായനായ ഒരു വ്യക്തിത്വം അന്ന് പടുത്തുയർത്തി ഈ പ്രസ്ഥാനം ഒട്ടനവധി മേഖലകളിൽ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ പടുത്തുയർത്തിക്കൊണ്ട് അതിന് ജനങ്ങൾക്ക് കരുത്തുണ്ടായെന്ന് തെളിയിച്ചു. ഇന്ന് അവസാനം ഇപ്പൊ നടക്കുന്ന സമരത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ തലമുറകൾ സമരസജ്ജരാണ്. അത്തരം ഒരു സമര വീര്യവും സമര പാരമ്പര്യവും ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിനുണ്ട്. അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ഒക്കെ മണ്ണാണ്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മുടെ ജനകീയ പ്രതിരോധ പ്രസ്ഥാനത്തിന് വളരെ ശക്തമായൊരു ഭാവിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സമ്മേളനത്തിന്റെ നടപടികളിലാണ് നമ്മൾ തുടരുന്നത്. ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. ഈ സംഘടനാ സമ്മേളനം അതിന് അധ്യക്ഷത വഹിക്കുന്നത് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന നേതാക്കളിൽ ഒരാളും മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റും കൂടിയായിട്ടുള്ള പ്രൊഫസർ ജോയ് മൈക്കിൾ സാറാണ്. സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാക്കളിൽ ഒരാളെന്നുള്ള നിലയ്ക്ക് സാറിനെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കാലത്തെ വിദ്യാഭ്യാസ പ്രക്ഷോഭണ ചരിത്രത്തിൽ വളരെ നിർണായകമായ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ ജനകീയ പ്രതിരോധ സമിതിയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ എം ഷാജർ ഖാൻ. സമരമുഖങ്ങളിലും സംവാദങ്ങളിലും നമ്മുടെ നിലപാടുകളെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധ പ്രസ്ഥാനം അത് മുന്നോട്ട് വയ്ക്കുന്ന ദർശനത്തെയും ആദർശത്തെയും പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം ഷാജർ ഖാൻ സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജനകീയ പ്രതിരോധ സമിതിയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ഈ സമ്മേളന നടപടികളെ നിയന്ത്രിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന സാറിനെ ഈ സംഘടനാ സമ്മേളനത്തിന്റെ വേദിയിലേക്ക് വീണ്ടും ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ പാനൽ അവതരിപ്പിക്കുന്നത് ജനകീയ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന സമിതി അംഗവും എറണാകുളം ജില്ലയിലെ മുൻനിര പ്രവർത്തകരിൽ ഒരാളുമായ ശ്രീ പി അഗസ്റ്റിൻ സാറാണ്. സാറിനെ ഞാൻ ഈ സദസ്സിലേക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നന്ദി അർപ്പിക്കുന്നത് ജനകീയ പ്രതിരോധ സമിതിയുടെ സംസ്ഥാന നേതാക്കളിൽ ഒരാളും അങ്കമാലി മേഖലയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളുമായ ശ്രീ രാധാകൃഷ്ണൻ ചെങ്ങാട്ട് സാറാണ്. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെഷനെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് സാഹിത്യ സംഘത്തിൽ ഉൾപ്പെടെ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകൻ കൂടിയായ ശ്രീ സോണി ആരക്കുഴ സാറാണ്. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. ശ്രീ എം ഷാജർ ഖാൻ, കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി, കേരളത്തിലുടനീളം ഇത്തരം പലവിധ സമ്മേളനങ്ങൾ ആനുകാലിക വിഷയങ്ങളിൽ നടക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി അവിടെ എത്താറുണ്ട്. ഇന്നലെ കായംകുളത്തുള്ള സമ്മേളനത്തിന് ശേഷമാണ് ഇവിടെ ഇന്നലെ തന്നെ വൈകിട്ട് എത്തിച്ചേർന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ സംഘടനാ സമ്മേളനത്തിൻ്റെ ആമുഖ പ്രസംഗം നടത്തുന്നതിന് ക്ഷണിക്കുന്നു. ബഹുമാന്യായ പ്രൊഫസർ ജോയ് മൈക്കിൾ സാർ, ഈ സംഘടനാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ആദരണീയനായ ഡോക്ടർ എം പി മത്തായി സാറ്, ശ്രീ പി അഗസ്റ്റിൻ, ശ്രീ സോണി ആരക്കുഴ, ശ്രീ രാധാകൃഷ്ണൻ, ഇതര നേതാക്കളെ, ആവേശഭരിതമായ ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധികൾ, എന്താ പറയുക, കേരളത്തെ ദേശീയ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തെ ഇളക്കി മറിക്കുന്ന തീവ്ര യൗവനത്തിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം നമ്മൾക്കിവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ പ്രക്ഷോഭത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രക്ഷോഭത്തിലെ ഏറ്റവും നിർണായകമായ സുപ്രധാനമായ ഒരു വിജയം നേടി എന്ന വാർത്ത വരുന്ന മണിക്കൂറുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആവേശഭരിതരാണ്. നാം എന്തിനു വേണ്ടിയാണോ പോരാടുന്നത് ആ പോരാട്ടത്തിന് വിജയം കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ വിജയമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരാളെ പുറത്താക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല എന്ന് നമുക്കറിയാം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നില്ലെങ്കിൽ നാളെ നരേന്ദ്രമോദി രാജിവെക്കണം എന്ന ഡിമാൻഡ് ഞങ്ങൾ ഉയർത്തും എന്നാണ് സമര നേതാക്കൾ ഇന്നലെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു.
സ്വാഭാവികമായും അടുത്ത ഘട്ടം എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? രാജ്യം ഉന്നയിക്കേണ്ട അടുത്ത ഡിമാൻഡ് എന്താണ്? നമ്മൾ ധർമ്മേന്ദ്ര പ്രധാനോട് രാജിവെക്കാൻ നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ്. പരീക്ഷകളിൽ ക്രമക്കേട് മാത്രം നടത്തുന്ന, പരീക്ഷകളുടെ വിശ്വാസ്യത തകർത്ത, വിദ്യാഭ്യാസത്തെ അപഹാസ്യമാക്കി മാറ്റിയ ഒരു നയത്തിനെതിരായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംരക്ഷണ സമരത്തിന്റെ ഉജ്ജ്വലമായ ഒരു ഏടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും അതിന് നടപടി വരണം. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ പോകുന്നതോടൊപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 153 പരീക്ഷകളിൽ ക്രമക്കേട് നടത്തിയ, ആയിരക്കണക്കിന് പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ ചോർത്തിക്കൊടുത്ത, വ്യാപക അഴിമതി മുതൽ നൂറുകണക്കിന് അഴിമതികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെ സിസ്റ്റം മാറണമെന്നാണ് ഇവർ പറഞ്ഞത്. ഈ സിസ്റ്റം അവസാനിപ്പിക്കണം. ഞങ്ങളുടെ പ്രക്ഷോഭം ഈ സിസ്റ്റത്തിനെതിരായിട്ടാണ് എന്ന് അവർ പറഞ്ഞു. അതാണ് ഇന്ന് രാജ്യവ്യാപകമായി നമ്മൾ കാത്തിരുന്ന ആ ദിനങ്ങൾ, പ്രക്ഷോഭത്തിൻ്റെ നാളുകൾ. ഇരുളടഞ്ഞ ഭാവി മാത്രം നമ്മുടെ മുന്നിൽ, നമ്മുടെ യുവാക്കൾക്ക് മുന്നിൽ സമ്മാനിച്ച ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം ഉയർന്നു വന്നത് ഇനി മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ആത്മവിശ്വാസം നൽകുന്നു എന്നതാണ് ഒന്നാമതായി പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം വെന്ത് നേറുകയാണ്. യുവാക്കൾ, ലക്ഷക്കണക്കിന് യുവാക്കൾ അലയുകയാണ്, തൊഴിലില്ലാതെ പലായനം ചെയ്യുന്നു. നമ്മുടെ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന അതിദയനീയമായൊരു സാമൂഹ്യ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വ്യവസ്ഥയെ അടിമുടി തകർത്തെറിയുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ഒരു ദേശീയ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ആ പശ്ചാത്തലത്തിൽ ഒരു ദേശീയ പ്രക്ഷോഭം നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നതാണ് നമ്മളെ യഥാർത്ഥത്തിൽ വേട്ടയാടുന്ന ക്വസ്റ്റ്യൻ. ഹോണ്ടിങ് ക്വസ്റ്റ്യൻ അതാണ്. ഒരു നാഷണൽ ക്വസ്റ്റ്യൻ നമ്മളെ സംബന്ധിച്ചതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കേരളത്തിലെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മളിവിടെ ചർച്ച ചെയ്ത 4 പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ വേറെയുമുണ്ട്, പക്ഷേങ്കിലും നമ്മൾ കേരളത്തിൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കും. പക്ഷെ ആ 4 വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ മൂല കാരണം എന്താണ്? എന്തുകൊണ്ട് ആരോഗ്യം നിഷേധിക്കപ്പെടുന്നു? എന്തുകൊണ്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു? എന്തുകൊണ്ട് തൊഴിലില്ലാതെ യുവാക്കൾ അലയേണ്ടി വരുന്നു? എന്തുകൊണ്ട് ലഹരി മാഫിയ പിടിമുറുക്കുന്നു? യഥാർത്ഥത്തിൽ ജനകീയ പ്രതിരോധ സമിതി നമ്മൾ അന്വേഷിക്കുന്നത്, പഠിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ മൂലകാരണത്തെ സംബന്ധിച്ച്, ആ മൂലകാരണത്തിന് പരിഹാരം എന്താ എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും മുദ്രാവാക്യങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ജനങ്ങൾ ഒരു പരിവർത്തനത്തിനായി ആഗ്രഹിക്കുകയാണ്, ഒരു പരിവർത്തനത്തിനായി കേഴുക എന്ന് പറയാം. ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ മാസം നിങ്ങൾ പുറത്തിറക്കിയ, ജില്ലാ ജനകീയ പ്രതിരോധ സമിതി പുറത്തിറക്കിയ ആ നോട്ടീസിന്റെ തലവാചകം എന്തായിരുന്നു? കീഴടങ്ങാതിരിക്കുക, പ്രതിരോധിക്കുകയാണ് വേണ്ടത് എന്നായിരുന്നല്ലോ, അല്ലേ? പക്ഷെ ഇന്ന് ഞാൻ വരുമ്പോൾ കാണുന്നത് വേറെ മുദ്രാവാക്യമാണ്. പ്രതിരോധിക്കും, കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് കുറെ കൂടി സുചിന്തിതമായ, കുറെ കൂടി ആവേശഭരിതമായ ഒരു മുദ്രാവാക്യമാണ്. നാം കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, നാം പ്രതിരോധിക്കും. പ്രതിരോധം എന്ന് പറയുന്നത് പ്രക്ഷോഭത്തിന്റെ ഒരു നിർണായകമായ ഒരു സമര രൂപമാണ് പ്രതിരോധം. ആക്രമണങ്ങളെ പ്രതിരോധിക്കുക, അതാണല്ലോ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നമ്മുടെ സ്ഥാപക സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ 1992 ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഉണരുവിൻ, ഉഗ്രവാദികളാകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് ഓർമ്മയുണ്ടാകും. നമ്മളുടെ പോരാടാൻ പറഞ്ഞു, അൺകോംപ്രമൈസിങ് ആകാൻ പറഞ്ഞു. അഴിമതിക്കെതിരെ, വർഗീയതയ്ക്കെതിരെ, സാമൂഹ്യ വിപത്തിനെതിരെ, വിലക്കയറ്റത്തിനെതിരെ, വിദ്യാഭ്യാസ നിഷേധത്തിനെതിരെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ജനങ്ങൾ സ്വയം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്താഗതികൾക്ക് അതീതമായി സ്വയം സംഘടിക്കുവിൻ. അതായിരുന്നു മുദ്രാവാക്യം. കേരളത്തിന്റെ ജനകീയ സമര ചരിത്രത്തിലെ ഒരു പുതുയുഗ പിറവിയായിരുന്നു. കാരണം അന്നോളം
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും പ്രത്യേക സംഘടനകളോ നടത്തുന്ന, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന, വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന സമരങ്ങളുടെ ഒരു ചരിത്രം മാത്രമേ നമുക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ, നമ്മുടെ കൺമുന്നിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ പിറവിൽ ഒരു പുതിയ ജനകീയമായ, അക്ഷരാർത്ഥത്തിൽ ജനകീയമായ ജനകീയ സമരസമിതികൾ സ്വയം രൂപീകരിച്ചുകൊണ്ട് ജനങ്ങൾ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു രാഷ്ട്രീയം സൃഷ്ടിക്കണമെന്നത് ഒരു പുതിയ ആശയമായിരുന്നു, ഒരു പുതിയ തത്വസംഹിതയായിരുന്നു, ഒരു പുതിയ ഊർജ്ജ സ്രോതസ്സായിരുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ആണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് ഈ കീഴടങ്ങരുത്, പ്രതിരോധിക്കുക എന്ന ആ ആവേശഭരിതമായ മുദ്രാവാക്യത്തിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ, DPP വിരുദ്ധ സമരം, ചങ്ങരയിലെ സമരം, മൂലമ്പള്ളി സമരം, വെളുപ്പിൽശാലയിലെ സമരം, പിന്നെ നമ്മൾ കണ്ട ഐതിഹാസികമായ സമരങ്ങളെല്ലാം, ഏറ്റവും ഒടുവിൽ നമ്മൾ നടത്തിയ ആശാസമരം വരെയുള്ള സമരങ്ങൾ സ്വതന്ത്രമായ ജനകീയ സമരവേദികളിൽ രൂപപ്പെട്ട് ആ സമരവേദികളിൽ ജനകീയ സമര നേതൃത്വത്തിന് ജന്മം നൽകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. നമ്മളൊരു നേതൃത്വത്തെ അവരോധിക്കുകയല്ല, ഓരോ സമരവും ഒരു പുതിയ നേതൃത്വത്തിന് ജന്മം കൊടുക്കുകയാണ് ചെയ്തുകൊണ്ട്. ആശാസമരം നമുക്കറിയാം, കേരള വിരുദ്ധ സമരം നമുക്കറിയാം. അതിലൂടെ ഒരു സമര നേതൃത്വം ഉയർന്നു വന്നു. അക്ഷരാർത്ഥത്തിൽ ആ പടവുകളിലൂടെ തീർച്ചയായിട്ടും കഷ്ടപ്പാടുകളുടെ, ദയനീയതയുടെ, ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ, പോലീസിൻ്റെ മർദ്ദനത്തിൻ്റെ ഒക്കെ പലതരം ഘട്ടങ്ങളിലൂടെ, പടവുകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ കേരളത്തിൻ്റെ സാമൂഹ്യ ചിത്രം മാറ്റിമറിക്കാൻ കഴിയുന്ന വിധത്തിൽ, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു മാറ്റത്തിൻ്റെ, പരിവർത്തനത്തിൻ്റെ ശംഖുലി മുഴക്കാൻ നമുക്ക് കഴിയുകയാണ്. ഈ സമ്മേളനം അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഉദാഹരണമാണ് എന്നെനിക്ക് ഉറപ്പായും പറയാൻ പറ്റും. ആരാ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തന്നെ വളരെ വളരെ നിർണായകമായ, വളരെ വളരെ സുപ്രധാനമായ ഏതെങ്കിലുമൊക്കെ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, നിസ്സാരപ്പെട്ട ആളുകളല്ല. അപ്പം അതുകൊണ്ട് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നു. ഏകോപിതമായ സംസ്ഥാന തലത്തിൽ ആ വിധത്തിലൊരു ഏകോപനം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നു. ജനകീയ പ്രതിരോധ സമിതിയുടെ ചരിത്ര പ്രാധാന്യം അവിടെ, ഈ സമ്മേളനത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് സാർ പറഞ്ഞുകൊണ്ടാണ് ഈ സമ്മേളനം തുടങ്ങുന്നത്. മത്തായി സാർ ആ ചരിത്ര പ്രാധാന്യം കൂടിക്കൊള്ളുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള കാൽവയ്പ്പുകൾ, ഇനി നമ്മൾ അങ്ങോട്ട് എടുക്കുന്ന ഓരോ വിഷയത്തിലും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്ന ഓരോ ജനകീയ പ്രശ്നങ്ങളെയും പ്രതിഭാസങ്ങളെയും പഠിച്ച് അതിന്മേൽ ശരിയായ ഡിമാൻഡുകൾ രൂപപ്പെടുത്തി അതിന്മേൽ പ്രക്ഷോഭങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ്. നമ്മൾ ഇന്നലെ ഇവിടെ കായംകുളത്ത് ചേർന്ന വർക്ക്ഷോപ്പ് തുറമുഖാധിഷ്ഠിത വികസനം എന്ന് പറയുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സമ്പത്ത് കൊള്ളയടിക്കുവാൻ, പ്രകൃതി വാതകങ്ങളും ധാതു സമ്പത്തും കൊള്ളയടിക്കുവാൻ അദാനിക്കും അംബാനിക്കും പഴുതൊരുക്കി കൊടുക്കുവാൻ മിഷൻ സമുദ്ര പദ്ധതി കൊണ്ടുവന്നിരിക്കുക. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നലെ വർക്ക്ഷോപ്പ് നടത്തിയത്. BJP ഗവൺമെൻറ് ബ്ലൂ ഇക്കോണമി എന്നൊരു പദ്ധതി കൊണ്ടുവന്നു. ആ ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ കടലും തീരവും തീരവാസികളുടെ ജീവിതത്തെയും തകർത്തെറിയുന്നതാണ്. അത് കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നതാണ് ബ്ലൂ ഇക്കോണമി. നീലസമുദ്രം അതെ എക്കണോമിയാണ്. ആ എക്കണോമി എന്ന് പറഞ്ഞാൽ അതിനെ അധിഷ്ഠ VD സതീശൻ പറഞ്ഞല്ലോ, ഇനി നമ്മുടെ വികസനം തുറമുഖാധിഷ്ഠിത വികസനമാണ്. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ സിംഗപ്പൂർ, കേരളത്തെ സിംഗപ്പൂരാക്കി മാറ്റും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളം ഇനി പോർട്ടുകളുടെ ഒരു നഗരമാക്കി മാറ്റാൻ പോകും. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അതിന് പിന്നിലെന്താണ്? അതിൻ്റെ രാഷ്ട്രീയമായ, അതിൻ്റെ സാമ്പത്തികമായ താല്പര്യങ്ങൾ എന്താണ്? നമുക്ക് എവർക്കും അറിയാം. അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കടല് സമ്പൂർണ്ണമായും ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുക എന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മോദി ഗവൺമെൻറ് രൂപപ്പെടുത്തിയ ബ്ലൂ എക്കണോമിയുടെ സംസ്ഥാനതല ആവിഷ്കാരമാണ് മിഷൻ സമുദ്ര, മറ്റൊന്നുമല്ല. അങ്ങനെ കൊള്ളയടിക്കുന്ന വസ്തുക്കൾ കൊണ്ടുപോകാൻ ഒരു കോറിഡോർ വരണം. ആ കോറിഡോറിൻ്റെ പേരാണ് എന്താ പറയുക, ഈ മിനറൽ കോറിഡോർ. വിഴിഞ്ഞം കൊച്ചി മിനറൽ കോറിഡോർ വരാൻ പോകുന്നു. അപ്പോൾ ആ പദ്ധതിക്കെതിരായിട്ടുള്ള ആ പദ്ധതി സൃഷ്ടിക്കാൻ പോകുന്ന സമുദ്ര സമ്പത്ത്, മത്സ്യസമ്പത്ത് സമ്പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടാൻ പോകുന്നു. മത്സ്യത്തൊഴിലാളികൾ പുറത്താക്കപ്പെടാൻ പോകുന്നു. ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. അങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ
നമ്മൾ കാണുന്ന അപകടങ്ങൾ നമ്മൾ ഏറ്റെടുക്കണ്ടേ? നമ്മൾ ഇടപെടേണ്ട പ്രശ്നമല്ലേ? അതിനുള്ള ഒരു സുസജ്ജമായ സമര സംഘടന ഉണ്ടാവുക. ഈ സംഘടനാ സെഷൻ നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ആദരണീയനായ MP മത്തായി സാറ് നയിക്കുന്ന കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി കേരളത്തിൻ്റെ പ്രതീക്ഷയായി വൈജ്ഞാനികമായി സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് സുചിന്തിതമായ നിലപാടുകളോടെ നമ്മൾ മാർഗം കാട്ടുകയാണ്. ഇനി എറണാകുളം ജില്ലയിൽ ഈ പ്രക്ഷോഭങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥിരാകേന്ദ്രമായ എറണാകുളം ജില്ലയിലെ നിരവധി സമരങ്ങളുടെ കോർഡിനേഷൻ ആര് നടത്തും? ആ സമരങ്ങളുടെ കോർഡിനേഷൻ നടത്തുവാൻ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ എറണാകുളം ജില്ലാ ചാപ്റ്റർ ഈ സംഘടനാ സെഷനിൽ നമ്മൾ രൂപം കൊടുക്കണം. ആ ജില്ലാ സമരം, ആ സമര നേതൃത്വമായിരിക്കണം ഇനി അങ്ങോട്ട് എറണാകുളത്ത് ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കേണ്ടുന്നത്, നയിക്കേണ്ടുന്നത്, അതിന് ദിശ നൽകേണ്ടത്. അപ്പോൾ അതിന് കേപ്പബിളായിട്ടുള്ള, പ്രാപ്തമായിട്ടുള്ള, അതിശക്തമായ ഒരു 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 സംഘടനാ നേതൃത്വം, ഒരു സംഘടനാ സമിതി, ജില്ലാ സമിതിയുടെ ഡ്രാഫ്റ്റ് ഇവിടെ അവതരിപ്പിക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സമിതി പിന്നീട് ഇവിടെ വന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ആ സമിതിയുടെ കമ്മിറ്റി യോഗം ചേർന്ന് പിന്നീടുള്ള സമരപ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹ്രസ്വമായ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണ് എന്നതോടുകൂടി ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയുന്നു: നമുക്ക് ഏവർക്കും ഒത്തൊരുമിക്കാം, ആത്മവീര്യത്തോടു കൂടി നമുക്ക് പോരാടാം. അന്തിമ വിജയം നമ്മുടേതാണ്, അന്തിമ വിജയം നമ്മുടേതായിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. ഏവർക്കും വിപ്ലവാഭിവാദം. 5 പ്രമേയങ്ങൾ അവതരിപ്പിക്കാനുള്ള അനുമതിയാണ് സംഘാടക സമിതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ അവതാരകരായിട്ട് പേര് ചേർത്തിരുന്നവർ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അവർ വേദിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഥലേശുവിന് പകരം ആരെങ്കിലും ആ പ്രമേയം ഇപ്പോൾ വായിച്ച പ്രമേയം അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവതരിപ്പിക്കുക. താഴെയുള്ള കുടുംബാംഗങ്ങൾക്ക് കടാശ്വാസ പദ്ധതി ആവിഷ്കരിക്കുകയും ജപ്തി നടപടികൾ ഒഴിവാക്കുകയും ചെയ്യുക. സംസ്ഥാനത്ത് ആയിരക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് സാമ്പത്തിക പരാധീനതകളാൽ വായ്പ തുക തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ ജപ്തി നടപടികളിൽ അകപ്പെട്ട് ജീവിത പ്രതിസന്ധിയിൽ കഴിയുകയാണ്. സംസ്ഥാന സർക്കാർ കർഷക കടാശ്വാസ കമ്മീഷൻ മുഖേന കർഷകരുടെ കടബാധ്യതകൾക്ക് കടാശ്വാസ ധനസഹായം നൽകുന്നുണ്ടെങ്കിലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മറ്റ് പാവപ്പെട്ട കുടുംബങ്ങളുടെ കടബാധ്യതകൾ സർക്കാർ അവഗണിക്കുകയാണ്. ആകയാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കും കടാശ്വാസ പദ്ധതി ആവിഷ്കരിച്ച് ജപ്തി നടപടികൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. അവതരണം ശിവനാണ്. അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രിയിലാണ്, അതുകൊണ്ട് വരാതിരുന്നത്. അടുത്തത് PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറുക നിലീന മോഹൻകുമാർ അവതരിപ്പിക്കുന്നു. ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറുക കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും എല്ലാ വിദ്യാർത്ഥികൾക്കും ശാസ്ത്രീയവും മതേതരവും ജനാധിപത്യപരവുമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം NEP നടപ്പിലാക്കുന്നതിനുള്ള ഉപാധിയായി മാറിയിരിക്കുന്ന PM ശ്രീ പദ്ധതി പൊതുവിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്തുകയും വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണത്തിനും വാണിജ്യവൽക്കരണത്തിനും വർഗീയവൽക്കരണത്തിനും വഴിയൊരുക്കുകയും ചെയ്യുമെന്ന ആശങ്ക ഈ സമ്മേളനം രേഖപ്പെടുത്തുന്നു. കേരള നിയമസഭയിൽ സമഗ്രമായ ചർച്ച നടത്താതെയും പൊതുജനാഭിപ്രായം തേടാതെയുമാണ് കേരള സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. ഈ നടപടി ജനാധിപത്യപരമായ രീതികൾക്ക് വിരുദ്ധമാണെന്ന് സമ്മേളനം വിലയിരുത്തുന്നു. വിദ്യാഭ്യാസം തൊഴിൽ നേടാനുള്ള ഒരു ഉപാധി മാത്രമല്ല, ശാസ്ത്രീയ ചിന്തയും ജനാധിപത്യ ബോധവും മതനിരപേക്ഷ കാഴ്ചപ്പാടും മാനവിക മൂല്യങ്ങളും വളർത്തിയെടുക്കുന്ന സാമൂഹിക പ്രക്രിയ കൂടിയാണ്. അതിനാൽ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുകയും എല്ലാവർക്കും തുല്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിനാൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരള സർക്കാർ പിന്മാറുകയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനും ശക്തിപ്പെടുത്തലിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഈ സമ്മേളനം ശക്തമായി ആവശ്യപ്പെട്ടു. ഈ പ്രമേയം സമ്മേളനത്തിൻ്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നു. പ്രമേയം
ശബരി റെയിൽ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണം. കേരളത്തിൻ്റെ മധ്യ-കിഴക്കൻ മേഖലയിലെ വികസനത്തിനും ജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും ശബരിമല തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കുന്നതിനും ശബരി റെയിൽ പദ്ധതി അതീവ പ്രാധാന്യമുള്ളതാണ്. പത്തനംതിട്ട, കോട്ടയം, മൂവാറ്റുപുഴ, ഇടുക്കി, എറണാകുളം തുടങ്ങിയ മേഖലകളുടെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനും ഈ പദ്ധതി നിർണായകമാണ്. പതിറ്റാണ്ടുകളായി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിക്കിടന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനും ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിനുമായി ശബരി റെയിൽ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ഈ ജില്ലാ സമ്മേളനം ശക്തമായി ആവശ്യപ്പെടുന്നു. അടുത്തത് മുല്ലപ്പെരിയാർ ഡാം പ്രശ്നം പരിഹരിക്കുക. അവതരിപ്പിക്കുന്നത് ശ്രീ PP എബ്രഹാം. പ്രമേയം മുല്ലപ്പെരിയാർ ഡാം പ്രശ്നം പരിഹരിക്കുക. മുല്ലപ്പെരിയാറിൽ നിലവിലെ ഡാമിൻ്റെ റിസർവോയറിൽ 50 അടി ഉയരത്തിൽ പുതിയൊരു ടണൽ നിർമ്മിച്ച് അതിലൂടെ തമിഴ്നാടിന് ജലം നൽകിയും കേരളത്തിൻ്റെ സുരക്ഷാ ആശങ്ക അകറ്റിയും മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്ന് ഈ സമ്മേളനം കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എറണാകുളത്തെ ക്യാൻസർ സെൻ്ററിന് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ നാമം നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം. ക്യാൻസർ എന്ന രോഗം ഇന്ന് പലരിലും പിടിമുറുക്കുകയും അതിൽ നിന്ന് രക്ഷ നേടുന്നത് വളരെ ചെലവേറിയതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ ഒരു ക്യാൻസർ റിസർച്ച് സെൻ്റർ തുടങ്ങണമെന്ന് ബഹുമാനായ ജസ്റ്റിസ് കൃഷ്ണയ്യർ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുകയുണ്ടായി. അതിനുവേണ്ടി വിവിധ തലങ്ങളിൽ അദ്ദേഹം അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു ആരോഗ്യ കേന്ദ്രം എറണാകുളം ജില്ലയിൽ സർക്കാർ തലത്തിൽ തുടങ്ങിയപ്പോൾ ആ സെൻറ്ററിന് ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്ന നാമം നിർദ്ദേശിക്കണമെന്ന് ജനകീയ പ്രതിരോധ സമിതി എറണാകുളം ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പ്രമേയാവതരണം കഴിഞ്ഞു. ഈ സമ്മേളനത്തിൻ്റെ ഒരു മുഖ്യ അജണ്ട ജില്ലാ കമ്മിറ്റി രൂപീകരണമാണ്. അത് പാനൽ അവതരിപ്പിക്കുന്നതിന് ശ്രീ PP അഗസ്റ്റിനെ ക്ഷണിക്കുന്നു. ജില്ലാ സമിതി രൂപീകരണമാണ്. ആ സമിതിയുടെ രൂപീകരണത്തിന് ശ്രീ PP അഗസ്റ്റിനെ ക്ഷണിക്കുന്നു. ഞാൻ നമ്മുടെ ഈ ജനകീയ പ്രതിരോധ സമിതിയുടെ സംഘടനാ സ്വഭാവത്തെ പറ്റി ഒരു വാക്ക് പറയും. നമ്മുടെ സാധാരണ സംഘടന എന്ന് കേൾക്കുമ്പോൾ അതിനൊരു വളരെ ഹൈറാർക്കിക്കലായിട്ടുള്ള ഒരു ശ്രേണിബദ്ധമായിട്ടുള്ള ഒരു നേതൃത്വം, അതിനൊരു ഭരണഘടന, അംഗത്വ ഫോം, അതിൽ നമ്മളെടുക്കുന്ന ചില പ്രതിജ്ഞ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊന്നുമില്ലാത്ത ഒരു സംഘടനയാണ് ജനകീയ പ്രതിരോധ സമിതി. അതിനൊരു ലിഖിത ഭരണഘടനയില്ല. അതിന് ഒരു മെമ്പർഷിപ്പ് ഫോം എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട പ്രതിജ്ഞകളൊന്നുമില്ലാത്ത തുറന്ന സ്വഭാവമുള്ള, അതായത് ഇതിൻ്റെ ഒരു നിലപാടെന്താണെന്ന് പറയും, അതിനോട് യോജിക്കുന്ന ആളുകൾക്ക് അതിൽ സ്വതന്ത്രമായിട്ട് കടന്നു വന്ന് പ്രവർത്തിക്കാം. ഇവിടെ ഇതിനകത്ത് അഭിപ്രായ രൂപീകരണം നടക്കുന്നത് ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, കൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ്. വളരെ തീവ്രമായ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കും. അതെടുത്ത് തമ്മിൽ തർക്കിച്ച് വിഭജനങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മൾ അനുവദിക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു തുറന്ന സംഘടനാ സംവിധാനമാണ് ഈ ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്ന് വിഭാവനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സംഘടനകളെ പറ്റി നല്ല ധാരണയുള്ള ആളായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. ഇത് ഇന്ന് നമ്മൾ ഈ CJP എന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടായി അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം, ഡൽഹിയിൽ മാത്രം ഉണ്ടാകുന്നതല്ല, ഇതൊരു പ്രതിഭാസമാണ്, ഒരു ഫിനോമിനാണ്. അതിന് സാങ്കേതികമായിട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇതിന് ചിട്ട ഉണ്ടാക്കുക, ഇതിന് വ്യാഖ്യാനം കൊടുക്കുക, പേര് കൊടുക്കുക, ജാർഗൺ ഒക്കെ ഉണ്ടാക്കി സ്വന്തമാക്കുക എന്നുള്ളതാണ് അവരുടെ പണി. ഞാനതിൽപ്പെട്ട ഒരാളാണ്, എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പം അതിന് പറയുന്നത് ഓർഗനൈസിങ് വിത്തൗട്ട് ഓർഗനൈസേഷൻ എന്നാണ്. ഒരു സംഘടനയില്ലാത്ത സംഘാടനം ആണ് നടക്കുന്നത്. ഏകദേശം ജനകീയ പ്രതിരോധ സമിതിയുടെ ഒരു ശൈലി അത് ഒരു സംഘടനയില്ലാത്ത സംഘാടനമാണ്. എന്നാൽ സംഘടനയില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് താൻ. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ജില്ലാ സമിതി രൂപീകരിക്കുകയാണ്. അപ്പോൾ ആ ജില്ലാ സമിതി ഒരു കൺസെൻസസ്, ഇപ്പോൾ നമ്മൾ ഈ സ്വാഗത സംഘ രൂപീകരണത്തിൻ്റെ അജണ്ടകളിൽ ഒരു അജണ്ട നമുക്ക് ഇവിടെ ഒരു ജില്ലാ സമിതി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. ഒരു ജില്ലാ സമിതി ഉണ്ടായിരുന്നു, ഫ്രാൻസിസ് കളത്തുങ്കലായിരുന്നു അതിൻ്റെ കൺവീനർ. അതല്ലാതെ വിപുലമായ, കുറേ കൂടി വിപുലമായ കിഴക്കൻ മേഖലകളിൽ നിന്ന് അംഗങ്ങൾ കൂടിയുള്ള ഒരു സമിതി ഉണ്ടാകണമെന്നായിരുന്നു.
ഇപ്പം ഞങ്ങൾ തീവ്രമായ ഒരു കൺസൾട്ടേഷൻ നടത്തി. ഈ സമിതിയിൽ നിർബന്ധമായും ഉണ്ടാകണമെന്ന് ബഹുഭൂരിപക്ഷം പേരും ആഗ്രഹിച്ച ചില സന്മനസ്സുകളായിട്ടുള്ള സുമനസ്സുകളായിട്ടുള്ള ആളുകൾ വളരെ മെയ്വഴക്കത്തോടു കൂടി അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ശ്രീ PS ലത്തീഫ് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായ ഒരു കൺസെൻസസിൻ്റെയും സമ്മതിയുടെയും അടിസ്ഥാനത്തിൽ ഒരു പാനൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് അവതരിപ്പിക്കുന്നത് ശ്രീ അഗസ്റ്റിനാണ്. അഗസ്റ്റിൻ അങ്കമാലിയിൽ നിന്നുള്ള ആളാണ്. നിങ്ങൾ അഗസ്റ്റിനുമായിട്ട് വ്യക്തിപരമായി ഒരു 1/2 മിനിറ്റ് സംസാരിച്ചാൽ അത് മനസ്സിലാവും. അങ്കമാലിക്കാരുടെ അതെ, അങ്ങനെ ഒരാളാണ്. വളരെ ആക്റ്റീവായിട്ട് ജനകീയ പ്രതിരോധ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ ദീർഘകാലമായി പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു സ്വന്തമായി ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നയാളാണ്. ഞാൻ സാധാരണ ഈ അടുത്ത കാലത്തായിട്ട് വിദേശത്ത് പോകുമ്പോഴൊക്കെ ഉള്ള അതിൻ്റെ ഇതെന്ന് ഞാനൊരു മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുമല്ല, എൻ്റെ വിസയും ടിക്കറ്റും ഒക്കെ ചില സ്ഥലത്തേക്കൊക്കെ ബ്രസീലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ്. അപ്പം അതൊക്കെ ശരിയാക്കി തരുന്ന ഒരാളാണ് എന്നുകൂടി പറഞ്ഞ് ഞാൻ ഈ പാനൽ അവതരിപ്പിക്കാനായിട്ട് അധ്യക്ഷൻ്റെ അനുമതിയോടെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ ആരാധ്യരായ നേതാക്കന്മാരെ ഇവിടെ വേദിയിലും അതുപോലെ തന്നെ സദസ്സിലും എല്ലാം ഉപവിഷ്ടരായിട്ടുള്ള പ്രിയമുള്ള നേതാക്കളും പ്രവർത്തകരുമായ മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഉജ്ജ്വലമായ ജില്ലാ സമ്മേളനം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് പുതിയ സമിതി ഉണ്ടാകുക എന്നുള്ളത്. ഇവിടെ ബഹുമാനരായ നേതാക്കന്മാരെല്ലാം തന്നെ മത്തായി സാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ നമ്മുടെ സംഘടനാപരമായ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇവിടെ എൻ്റെ ഉത്തരവാദിത്വം ഈ പാനൽ ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മുടെ ജില്ലയിലെ ഉപദേശക സമിതി അതിലേറ്റവും മുതിർന്ന ജില്ലയിലെ തന്നെ പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ജില്ലാ സമിതിയുടെ ഉപദേശകരായിട്ട് വരുന്നത്. ഞാൻ ആദ്യമേ തന്നെ അവരുടെ പേരുകൾ ഇവിടെ അറിയിക്കാം. ഒന്ന്, നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള PSA ലത്തീഫ് സാർ. നമ്മുടെ കേരയിൽ സമരത്തിന് ഉജ്ജ്വലമായി നേതൃത്വം നൽകിയ NA രാജൻ സാർ. കീഴ്ശ്ശേരി ആശുപത്രി സമരത്തിന് നേതൃത്വം നൽകിയ PJ ജോർജ് സാറാണ് മൂന്നാമനായി ഉപദേശക സമിതിയിൽ വരുന്നത്. പിന്നെ തലമുതിർന്ന പൊതുപ്രവർത്തകനും തൊഴിലാളി സംഘടനാ നേതാവുമൊക്കെ ആയിട്ടുള്ള ബഹുമാനനായ പ്രതിരോധ സമിതിയുടെ കൂടി സംസ്ഥാന നേതൃത്വത്തിലുള്ള ശ്രീ PM ദിനേശൻ സാറാണ് നാലാമതായി വരുന്നത്. ഈ 4 ഉപദേശക സമിതി അംഗങ്ങളും ഇതിനോടകം തന്നെ നമ്മുടെ ജില്ലയിൽ നിന്ന് സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഞാൻ അവരുടെ പേരുകൾ നിങ്ങളുടെ അറിവിലേക്കായി ഒന്നുകൂടി വായിക്കാം. അവർ തീർച്ചയായും അവരും ഉൾപ്പെട്ടതായിരിക്കും നമ്മുടെ ജില്ലാ സമിതി. ഞാൻ അവരുടെ പേരുകൾ വായിക്കാം. ഒന്ന്, ബഹുമാനായ ശ്രീ ഹാഷിം ചേന്നാമില്ലി, പ്രൊഫസർ ജോയ് മൈക്കിൾ, PC ജോളി, വിനു കുര്യാക്കോസ്, PP അഗസ്റ്റിൻ, CK ശിവദാസൻ, KP സാൽവിൻ, TD സ്റ്റീഫൻ, രാധാകൃഷ്ണൻ ചെങ്ങാട്ട്, PG സുനിൽകുമാർ, KO സുധീർ, KK ശോഭ, PP എബ്രാഹിം, സലാം കാടാപുറം, വിൻസെന്റ് മാളിയേക്കൽ സർ, ഫ്രാൻസിസ് അർത്തുങ്കൽ സർ. ഇവരെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ നേതാക്കന്മാരാണ്. അവരെല്ലാം സ്വാഭാവികമായും ജില്ലാ സമിതിയിൽ അവരെല്ലാം അംഗങ്ങളായിരിക്കും. അതുകൊണ്ട് അവരുടെ പേരിൽ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ വലിയൊരു ജില്ലാ സമിതിയാണ് ഇപ്പോൾ മത്തായി സാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ ഈ ജില്ലാ സമിതിക്ക് നേതൃത്വം കൊടുക്കേണ്ടുന്ന നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ആ പേരുകൾ ഉൾപ്പെടെയുള്ള ഒരു പാനലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ജില്ലാ കൗൺസിൽ അംഗങ്ങളുടെ പേരുകൾ സൂചിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജില്ലയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുവാനും നയിക്കുവാനും ആശയപരമായി നമുക്ക് വേണ്ടുന്ന എല്ലാ നേതൃത്വമായി മാറുന്നതിന് വേണ്ടി ഇവിടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിൻ്റെ പേരാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അത് മറ്റാരുമല്ല, ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ സാർ.
നാളുകളായി എറണാകുളം ജില്ലയിലെയും മറ്റു പല പ്രദേശങ്ങളിലെയും എല്ലാം ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പ്രതിരോധ സമിതിയുടെ നിലവിലുള്ള സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾ, കോർഡിനേറ്ററുടെ പ്രവർത്തനങ്ങളെല്ലാം കാലങ്ങളായി ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാനായ പ്രൊഫസർ ഫ്രാൻസിസ് കളത്തുമ്പൽ സാറിന് സെക്രട്ടറി സ്ഥാനത്തിലേക്കും ഞാൻ പ്രപ്പോസ് ചെയ്യുന്നു. ഇനി അവതരിപ്പിക്കപ്പെടുന്നത് ജില്ലയിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള നമ്മളുടെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒരു വലിയ ലിസ്റ്റാണ്. ഈ ജില്ലയിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഇതിൽ ഇനിയും കൂടിച്ചേർക്കലുകൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കും. കാരണം ഈ സമ്മേളനത്തിൽ ധാരാളം പേര് ഇനിയും വന്നു ചേരാനുണ്ട്. വന്നു ചേരാത്ത ചില ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനിയും ഉൾപ്പെടുത്തലുകൾ വേണ്ടി വന്നേക്കാം. ആ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ഞാൻ ഈ ലിസ്റ്റ് ഇവിടെ അവതരിപ്പിക്കാം. അതിൽ കൗൺസിൽ അംഗങ്ങളായി ശുപാർശ നമ്മൾ അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ടി.എം. വർഗീസ്, ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ, അബ്ദുൾ റസാഖ്, വിജി മനോജ്, സോണി വർക്കി ആരക്കുഴ, നസീർ അലിയാർ, എ.ഒ. പൗലോ, കെ.എം. തോമസ്, വർഗീസ് കൈതാരത്ത്, കെ.സി. ജയൻ, പി.വി. രജീഷ്, കെ.പി. ഗോവിന്ദൻ, ജബ്ബാർ മേത്തർ, വി.പി. വിൽസൺ, ജോർജ് ജോസഫ്, എം.എ. ബേബി, സാബു പരിയാരത്ത്, നാസർ മുട്ടത്തിൽ, എ.ജി. അജയൻ, കെ. വേണുഗോപാൽ, കെ.എൻ. രാജി, ഉഷ എം.കെ, നാരായണൻകുട്ടി, പി.സി. ജോസഫ്, കെ.സി. രാജു, സി.കെ. തമ്പി, എ.ടി. മണികണ്ഠൻ, ബ്രഹ്മകുമാർ, ടി.പി. കൊച്ചുമോൻ, രാജൻ കെ.എ, സി.ബി. അശോകൻ, ടി.എം. ഷാജി, കെ.വി. മത്തായി, ജെയിംസ് പീറ്റർ മത്തേക്കൽ, പയസ് ജോർജ്, സണ്ണി ജോർജ്, തടിക്കാട്ടു, നിഖിൽ സജി തോമസ്, ജോർജ് ജോസഫ്, രേഖ സുരേഷ്, റജി വർഗീസ്, പി.സി. തങ്കച്ചൻ, സി.എൻ. മുകുന്ദൻ, രമണൻ ടി.സി, ശിവൻ ടി.കെ, അഡ്വക്കേറ്റ് കെ.എസ്. അനിൽകുമാർ, ഫാദർ ഡാർലി എടപ്പങ്ങാട്ടിൽ, ശ്രീബാദാസ് പി. സ്റ്റീഫൻ, കെ.കെ. സുകുമാരൻ, മിനി ജയൻ, സുധ എം.പി, വിജയകുമാർ എം.വി, വർഗീസ് കൈതാരത്ത്, എം.എസ്. ഗോപാലൻ, വി.കെ. മോഹനൻ, എം.എസ്. വാസു, ഷിബു പീറ്റർ, കെ.കെ. ബൈജു, ഷാൻ കെ.ഒ, അഡ്വക്കേറ്റ് പോൾ ടി. സാമുവൽ, ജോണി ജോസഫ്, ഡോക്ടർ ബാബു ജോസഫ്, സി.കെ. രാജേന്ദ്രൻ, സാനുനാഥ്, ഉദയം പേരൂർ, പി.പി. അയ്യപ്പൻ, കെ.എ. സതീശൻ, പി.പി. സജീവ് കുമാർ, മോളി തങ്കച്ചൻ, കെ.പി. പരമേശ്വരൻ, ഡോക്ടർ എ.സി. പീറ്റർ, ശിവൻ ചീത്തപ്പാറ, കെ.എച്ച്. കരീം, വി.എസ്. സുരേഷ് കുമാർ ആമ്പല്ലൂർ, ജോർജ് കെ.പി., രാധാകൃഷ്ണൻ കടവുങ്കൽ, എം. ഷാഹുൽ ഹമീദ് മൂവാറ്റുപുഴ, പി.വി. ജിജീഷ്, സജീവ് വി, മോഹൻകുമാർ എൻ.ആർ., അബ്ദുൽ ജബ്ബാർ കാണിനാട്, ജെയിംസ് പീറ്റർ, റോസമ്മ മാത്യു, റജീന അസീസ്, നില മോഹൻകുമാർ, അസീസ് കുന്നപ്പള്ളി, ജോർജ് നെടിയമ്പിള്ളി, വിൽസൺ ജെ മടക്കത്താനം. അങ്ങനെ 88 പേരാണ് നമ്മൾ സമിതി അംഗങ്ങളായിട്ട് കാണിച്ചിട്ടുള്ളത്. 16 പേര് നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഇനി ഏതെങ്കിലും പേരുകളിനെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഏതെങ്കിലും പേരുകളുണ്ടെങ്കിൽ അതെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാനൽ ഞാനിവിടെ അതെല്ലാവരുടെയും പരിഗണനയ്ക്ക് വേണ്ടി ഞാൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് അധ്യക്ഷൻ പറയാം. ഇനിയുള്ളത് ഈ സംഘടനാ സമ്മാനത്തിന് ബാക്കിയായിട്ടുള്ളത് നന്ദി പ്രമേയമാണ്. ശ്രീ രാധാകൃഷ്ണൻ ചെന്നാടിനെ ക്ഷണിക്കുന്നു. ഇന്ന് രാവിലെ നാം ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ധാർഷ്ട്യത്തിന് എതിരെയുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തിക്കൊണ്ടാണ് നാം സമ്മേളനം ആരംഭിച്ചത്. ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യത്തിന് നേരെ ഇന്ത്യയുടെ യുവത ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പുതിയ സമരതലം കെട്ടിപ്പടുത്ത് ആ വമ്പനെ കൊമ്പുകുത്തിച്ച ആ സൽവാർത്ത കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ സമ്മേളനം അവസാനിപ്പിച്ചു പോകുന്നത്. അത്തരത്തിൽ ജനകീയ പ്രതിരോധ സമിതിയുടെ ജില്ലാ സമ്മേളനവും ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ്. കേരളത്തിലെ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടന
കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷമായി പ്രവർത്തിച്ച സംഘടന ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. ഭരണകൂടത്തിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭനിര കെട്ടിപ്പടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജനകീയ ആവശ്യങ്ങൾ, മാനുഷ്യ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുന്നിടത്ത് പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റായി മാറാൻ കഴിയുന്ന ഒരേ ഒരു സംഘടനയായി ജനകീയ പ്രതിരോധ സമിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം പോലെ പ്രതിരോധിക്കും, കീഴടങ്ങില്ല എന്ന മുദ്രാവാക്യം സാർത്ഥകമാക്കിക്കൊണ്ട് ഈ സമ്മേളനം ഇവിടെ പര്യവസാനിക്കുന്നത്. അടുത്ത നാളുകളിൽ നാം ഏറ്റെടുക്കേണ്ട സമരങ്ങൾ, പ്രാദേശിക സമരങ്ങളടക്കം പ്രാദേശിക തലത്തിലുള്ള പ്രാദേശിക സമിതികൾ സമരങ്ങൾ ഏറ്റെടുക്കണം. അതാത് വിഷയങ്ങളിൽ തൊട്ട് മേൽഘടകങ്ങളുമായി ആലോചിച്ചുകൊണ്ട് സമരങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, അധികാരികളുടെ മുന്നിലെത്തിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിന്, ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ച ജോയി സാറിനെ ഹൃദയമായി നന്ദി പറയുന്നു. സമ്മേളനം വളരെ താത്വികമായ അവലോകനത്തോടു കൂടി തന്നെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷാജർ ഖാൻ അവർക്ക് നന്ദി അറിയിക്കുന്നു. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ മറ്റായ സാറിന് വീണ്ടും നന്ദി അറിയിക്കുന്നു. വേദിയിലുള്ള മുഴുവൻ പേർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. ഈ സദസ്സിനെ ധന്യമാക്കിയ പ്രിയ സുഹൃത്തുക്കൾക്ക്, നേതാക്കൾക്ക് നന്ദി.